ഒരു വീടെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അടങ്ങാത്ത ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത്തരം വീടുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ താലോലിക്കുമ്പോഴെല്ലാം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായൊരു വീട് നിർമ്മിക്കുമ്പോഴോ വാങ്ങുമ്പോഴോ കൂടുതൽ സ്ഥലത്ത് വിശാലമായൊരു മുറ്റത്ത് മനോഹരമായിട്ടൊരു വീടെന്നുള്ള സങ്കല്പം. അത്തരം സങ്കല്പങ്ങൾക്ക് നിറം പകരുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത്. 8.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. വീടിന് മുൻഭാഗത്തായി നീളമേറിയിട്ടുള്ള ഭംഗിയാർന്ന മതിലുകളാണ് നമുക്ക് കാണുവാനായി കഴിയുക. മതിലുകളിൽ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും നീക്കാവുന്ന 2 വലിയ ഗേറ്റുകളാണ് നമ്മൾ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നതും. ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നതാകട്ടെ താന്തൂർ സ്റ്റോൺ പാകി മനോഹരമാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. ഈ മുറ്റത്തായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് കാർ പോർച്ചിൽ 2 വലിയ കാറുകളും കൂടാതെ 5 6 മറ്റനേകം വാഹനങ്ങളും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 250 മീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് 500 മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 1 കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് 12 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത്. വീടിൻ്റെ ഗേറ്റുകൾ തുറന്ന് നമ്മൾ വലതുഭാഗത്തേക്ക് പ്രവേശിച്ചാൽ മനോഹരമായിട്ടൊരു വാട്ടർ ഫൗണ്ടനും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് പൂന്തോട്ടവുമെല്ലാം നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയാർന്നൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നതും. വീടിന് മുൻഭാഗത്തെത്തിയാൽ നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണുവാനായി കഴിയുക. സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്ന തൂണിലെല്ലാം ഭംഗിയാർന്നിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ചിരിക്കുന്നു. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിങ് ഏരിയ ഭാഗത്ത് 3 പാളിയുടെ വലിയൊരു ജനാലയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും. മൾട്ടിവുഡിൽ തീർത്ത ഭംഗിയാർന്ന ഒരു സെപ്പറേഷൻ കാണാം. BLDC ഫാനുകളും സ്ട്രിപ്പ് ലൈറ്റുകളും അടക്കം നൽകിയിട്ടാണ് ഈ ഭാഗം മനോഹരമാക്കിയിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്കിപ്പോൾ കാണുവാനായി കഴിയുക. ഈ ഭാഗം വേണമെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ സ്പേസ് ആയിട്ടും ഉപയോഗിക്കുവാനായി കഴിയും. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൊറോക്കൻ ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 3 പാളിയുടെ വലിയൊരു ജനാലയും നമുക്ക് ഈ ഭാഗത്തായി കാണുവാനായി കഴിയും. വുഡൻ ഫിനിഷിലും മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫിനിഷിലുമുള്ള മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഏകദേശം 10-15 പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന രീതിയിലുള്ള വലിയൊരു പാഷിയോ ഏരിയ ഭാഗം നമുക്ക് കാണുവാനായി കഴിയും. അതിന് മുന്നോടിയായി ഡൈനിങ് ഏരിയ ഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് വാഷ് കൗണ്ടർ നമുക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പാഷിയോ ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. ഈ ഭാഗത്തും ഭംഗിയായിട്ടുള്ള മൊറോക്കൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷന് വേണ്ടി മനോഹരമായിട്ടുള്ള ജാളികളെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്തായി ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാർട്ടീഷനായി
നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഗാർഡനും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് നമുക്ക് കാണുവാനായി കഴിയുക. തീം ബേസ്ഡ് ആയിട്ടുള്ള ഈ കിച്ചണിൽ ഭംഗിയായിട്ടുള്ള ധാരാളം മൾട്ടിവുഡുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടിയുള്ള നിരവധി കബോർഡുകൾ കാണാം. ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു സെക്കൻഡറി കിച്ചൺ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തും ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡായി നൽകപ്പെട്ടിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുമാണ് വീട് നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 12 അടി നീളത്തിലും 10 അടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ 3 പാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്നു. ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കോർണർ ഭാഗത്തേക്ക് ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമുകളിലടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയും ജാഗ്വാറുമാണ്. വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകൾ കാണാനായി കഴിയും. ഭംഗിയായിട്ടുള്ള വലിയൊരു വാർഡ്രോബ് കാണാം. 3 പാളിയുടെയും 4 പാളിയുടെയും ഓരോ ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. നേരത്തെ പറഞ്ഞ ഫാമിലി ലിവിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് സ്റ്റെയറിലേക്ക് നമ്മൾ പ്രവേശിക്കുക. വുഡൻ ഫിനിഷിലാണ് ഈ സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായ ടെക്സ്ചർ വർക്കുകൾ ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൈവരികൾക്കായി ടഫൺ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. സ്റ്റെയർ ഭാഗത്തെ ഫോൾ സീലിംഗിലായി മനോഹരമായിട്ടുള്ളൊരു ഷാൻലിയർ നമുക്ക് കാണുവാനായി കഴിയും. അപ്പർ ലിവിങ് ഏരിയ സ്പേസ് വളരെ വിശാലമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. ഭംഗിയായിട്ടുള്ള ഷാൻലിയറിൻ്റെ ഒരു സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു TV സ്റ്റഡി ഏരിയ യൂണിറ്റ് കൂടി നമുക്ക് കാണുവാനായി കഴിയും. ഓഫീസ് സ്പേസ് ആയിട്ടെല്ലാം ഉപയോഗപ്പെടുത്താനാകുന്ന ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് TV യൂണിറ്റ് നൽകിയിരിക്കുന്ന വിശാലമായിട്ടുള്ളൊരു ഭാഗത്തേക്കാണ്. മൾട്ടിവുഡിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. 3 പാളിയുടെ ഇട്ട ജനാലകൾ നൽകിയിരിക്കുന്നു. ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കൺസീൽ ടൈപ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടൊരു ബേ വിൻഡോ എല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. BLDC ഫാനുകൾ ഈ വീട്ടിലെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാനായി കഴിയും. ഈ ബെഡ്റൂമിലെ ബാത്റൂമിലെയും WCകളെല്ലാം കൺസീൽ ടൈപ്പ് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഷീറ്റഡ് ഏരിയ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗങ്ങളിലേക്കുമാണ്. വളരെ വിശാലമായിട്ടാണ് ഈ യൂട്ടിലിറ്റി ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ഉൾച്ചേർത്തിട്ടാണ് 2600 സ്ക്വയർ ഫീറ്റ് ഈ വീടിന് അളവ് പറയുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം ദൂരത്തിലായി 8.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,29,00,000 രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം 8.5 സെൻറ്റിലെല്ലാം ഈ വിലയിൽ ഒരു വീട് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമായി നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം തിരഞ്ഞെടുക്കുവാൻ നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീടിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 90% ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ മനോഹര വീടിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ. മറ്റൊരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.